ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ 2 സിനിമകൾ കണ്ട്. എന്നാൽ അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ മൂന്നാമത് കണ്ടതാണെങ്കിൽ എന്നെ പറ്റിക്കുകയും ചെയ്തു. ഒരു ഗുണ്ടാ ടീമിൻ്റെ സിനിമയാണെന്ന് വിചാരിച്ചായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ അവരെന്നെ പറ്റിച്ച്. എന്നാലും ആദ്യം കണ്ട സിനിമകളെക്കാളും ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കൊട്ടേഷൻ കൊടുത്താൽ കൊട്ടേഷൻ കൊടുത്ത ആളുകൾക്ക് അവർ പറഞ്ഞ ആളിനെ കെട്ടി തൂക്കി വെച്ച് കൊടുക്കും. അവർക്ക് അവനെ പ്ലെയർ കൊണ്ട് ഇറുക്കിയോ നഖം പറിച്ചെടുത്തോ വിരൽ കട്ട് ചെയ്തോ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാം. അതിന് സഹായിക്കുന്ന 2 പേര്. എന്നാൽ അവരുടെ ലിസ്റ്റിൽ പെടാത്തൊരു കൊട്ടേഷൻ അവർ ചെയ്യുന്നതോടുകൂടെ ഈ സിനിമയുടെ ട്രാക്ക് തന്നെ മാറുകയാണ്. പിന്നെ തുടക്കത്തിൽ കണ്ട പോലെ ആയിരിക്കില്ല. സിനിമ കഴിയുമ്പോൾ സിനിമ നമ്മൾ എന്തൊക്കെയോ തോന്നിപ്പിക്കും, എന്തൊക്കെയോ ചിന്തിപ്പിക്കും. ആ ഒരു അവസ്ഥയിലെത്തിക്കുന്ന സിനിമ. എന്നാൽ പിന്നെ നമുക്ക് 2020 റിലീസ് ചെയ്ത വോയിസ് ഓഫ് സൈലൻസ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു അപ്പാപ്പനും സഹായിയും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് കോഴിമുട്ട കച്ചവടം ചെയ്യാണ്. ഈ അപ്പാപ്പൻ്റെ പേര് യാങ്, സഹായിയുടെ പേര് ഡിങ്കൻ. അവനൊരു ഊമയാണ്, സംസാരിക്കാൻ പറ്റില്ല. അവർ ജോലി കഴിഞ്ഞ് തിരിച്ച് ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിനടുത്തേക്ക് വരും. അവരകത്ത് കയറി വസ്ത്രമെല്ലാം മാറും. റെയിൻകോട്ടിട്ട് ഗ്ലൗസ് ഇട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ട് അവരെന്തോ ഒരു പരിപാടിക്കുള്ള പുറപ്പാടാണ്. എന്തോ ഒരു സാധനം അവർ കെട്ടിത്തൂക്കുകയും ചെയ്യും. അതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് വിരിക്കുമ്പോഴാണ് മനസ്സിലാവുക അവർ കെട്ടിത്തൂക്കി വെച്ചത് ഒരു ജീവനുള്ള മനുഷ്യനെയാണ്. കൂടാതെ തന്നെ ആ മനുഷ്യനെ നോവിക്കാൻ ആവശ്യമായിട്ടുള്ള ടൂൾസുകൾ, പ്ലെയർ, ബാറ്റ് ഇതെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാവം ഇന്ന് അറിവിന് പോകുന്ന മനുഷ്യനാണ്. എന്നാലും അയാൾക്കൊരു അര ജീവനുണ്ട്. അങ്ങനെ പറയും, ഞാനെങ്ങാനും പുറത്ത് വന്നാ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളെയൊക്കെ പിടിച്ചിട്ട് മുക്കി കൊല്ലൂടാ, ഞാൻ ആരാന്ന് നിങ്ങൾക്കൊന്നും അറിയാഞ്ഞിട്ടാടാ. അത് കേൾക്കുന്ന ഡിങ്കൻ എന്തായാലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇയാളെന്തിനാ പെറുപെറുക്കുന്നതെന്ന് വിചാരിച്ച് വായിൽ ടേപ്പ് ഒട്ടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അപ്പോഴാണ് മാനേജർ വന്നു അവൻ്റെ തൊട്ട് വേക്കുന്ന ആരോ പറയുക. അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഈ ജോലി ഏൽപ്പിച്ചു കൊടുത്ത മാനേജറുടെ ശിങ്കിടിയാണ് വന്ന് പറഞ്ഞത്. അത് കേൾക്കുന്ന അപ്പാപ്പൻ അങ്ങനെ ഇത്ര പെട്ടെന്ന് വന്നോ, മാനേജർ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞേ. അതിന് ആ ശിങ്കിടി അപ്പാപ്പനെയും കൂട്ടി മാനേജറുടെ അടുത്തേക്ക് ചെല്ലും. അവിടെ മാനേജർ ഇരിക്കുന്ന അപ്പാപ്പൻ കാണുന്നില്ല. അപ്പോഴും പറയും, ഇങ്ങനെ എന്തിനാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയേ. അപ്പോഴാണ് മുമ്പിൽ മാനേജർ. മാനേജർ നിങ്ങളെ കണ്ടിട്ട് കുറേ ആയല്ലോ. മാനേജറും തിരിച്ച്, അതെ കുറേ കാലമായി, അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. പരിപാടി തുടങ്ങാൻ സമയമായോ, എന്നാൽ പിന്നെ നോക്കിയാലോ എന്ന് പറഞ്ഞ് അങ്ങേരെ റൂമിലേക്ക് നടക്കും. അവിടെ എത്തുമ്പോൾ ഡിങ്കൻ എല്ലാ ശിങ്കിടിമാരുടെയും കോട്ട് ഊരിയിട്ട് അവിടെ സേഫ് ആയിട്ട് ഹാങ് ചെയ്ത് വെക്കും. അപ്പൊ അതിലൊരു കോട്ട് അവൻ നോട്ടിട്ട് വെക്കുന്നുണ്ട്. കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു എന്ന് അവൻ വിചാരിക്കും. അപ്പോഴേക്ക് അപ്പാപ്പം വന്ന് അത് അവിടെ വെക്കടാ, അവരുടെ സാധനമാണെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി പണി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് പുറത്തേക്ക് വരും. അങ്ങനെ ഡിങ്കൻ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് അവരുടെ കാറ് കാണുന്നത്. അവൻ കാറിൽ ചെന്നിരുന്ന് അവരുടെ ഒരു സിഗരറ്റും എടുത്ത് അതും കത്തിച്ച് വലിക്കും. അപ്പോഴും അപ്പാപ്പൻ കാണും. അവനെ പുറത്തിറക്കിയിട്ട് അവരെങ്ങാൻ കണ്ടാൽ നിന്നെ ആയിരിക്കും കെട്ടി തൂക്കുന്നത്. അന്യന്റെ സാധനം മോഹിക്കരുതെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. നീ ചെന്ന് ചാടുന്ന വലിയ കുഴിയിലേക്കായിരിക്കും. ഇനി നീ ഇങ്ങനെ നടന്നാൽ പോരാ, ഇനി കോഴിമുട്ട നീ ഒറ്റയ്ക്ക് ചെന്ന് കച്ചവടം ചെയ്തു വരണം. ഞാനൊക്കെ വയസ്സായില്ലേ. അവനാണെങ്കിൽ തിരിച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ, സംസാരിക്കാൻ പറ്റില്ലല്ലോ, ഊമയല്ലേ. അപ്പോഴേക്കകത്ത് നിന്ന് പണി കഴിഞ്ഞു എന്ന് വിളിച്ചു പറയും. അവർ ചെന്ന് നോക്കുമ്പോൾ ആ മനുഷ്യൻ അവരെ കൊന്നു കഴിഞ്ഞു. അവരെല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഡിങ്കൻ ആ സ്ഥലം മൊത്തം വൃത്തിയാക്കുന്ന സമയത്ത് മാനേജർ യാങ്ങിന് പുതിയൊരു ജോലി കൊടുക്കുന്നുണ്ട്. അപ്പാപ്പന് പുതിയൊരു ജോലി കൊടുക്കുന്നുണ്ട്. ഒരാളെ സൂക്ഷിക്കാനായിട്ടാണ് പറയുന്നത്. എന്നാൽ അപ്പാപ്പ ഇത് സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഈ ജോലിയൊന്നുമില്ല, ശവം കൊണ്ടുള്ള പരിപാടി, അത് മാത്രമേ ഞങ്ങൾക്കറിയൂ. അതിന് മാനേജർ, ഞാൻ എൻ്റെ എല്ലാ ജോലിയും നിങ്ങൾക്കല്ല തരുന്നത്. എന്നാലും അപ്പാപ്പ സമ്മതിക്കില്ല. ആ ജോലിയൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയും. അപ്പോഴാണ് ഡിങ്കൻ ആ ബോഡിയിൽ നിന്നും കയറിൻ്റെ കെട്ട് വലിച്ചൂരുന്ന സമയത്ത് അത് തെറിച്ച് മാനേജറുടെ കാലിൽ ചെന്ന് വീഴുക. അവനോട് എഴുന്നേറ്റ് വരാൻ പറയും. അവൻ ചെന്ന് നിൽക്കുമ്പോൾ നിന്റെ പേരെന്താണെന്ന് ചോദിക്കും. അതിന് അപ്പാപ്പൻ പറയും, അവന് സംസാരിക്കാൻ പറ്റില്ല, ഊമയാണ്, വിട്ടുകള, അവൻ പാവാണ്. പോരാത്തതിന് മാനേജർ പറഞ്ഞ ജോലി അപ്പാപ്പൻ ഏറ്റെടുക്കുകയും ചെയ്യും. പറയാൻ പറ്റില്ല, അങ്ങേരങ്ങാൻ ഡിങ്കനിട്ട് പണിഞ്ഞാലോ. മാനേജർ ഹാപ്പിയാകും. അന്ന് അവർ ജോലി ചെയ്തതിനുള്ള കാശ് 2 പേരുടെയും കാശ് അപ്പാപ്പൻ്റെ കയ്യിൽ കൊടുക്കും. പോരാത്തതിന് ഡിങ്കന് ടിപ്പായിട്ട് കുറച്ച് കാശ് അവൻ്റെ കൈയിൻ്റെ ഗ്ലൗസിലിട്ട് കൊടുക്കും. അവൻ്റെ മോന്തക്കൊരു തട്ടും കൊടുത്ത് നിന്റെ ജോലി നന്നായെന്ന് പറഞ്ഞ് മാനേജർ പോകും. അതാണെങ്കിൽ ഡിങ്കൻ അത്രക്കങ്ങ് ഇഷ്ടമായിട്ടില്ല. അങ്ങനെ അവൻ്റെ മോന്തക്ക് തട്ടിയത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് കട്ട് ചെയ്താൽ അവർ ബോഡി ഏതോ ഒരു കാട്ടിൽ കൊണ്ടുവന്ന് മൂടുന്ന സമയം അപ്പാപ്പൻ ചുറ്റും നോക്കിയിട്ട് മൂടില്ല, നിർത്തുമെന്ന് പറയും. വടക്ക് അതല്ല, വടക്ക് ഇതാണ്. അപ്പോൾ ബോഡിയുടെ തല ഇങ്ങോട്ടാ വരേണ്ടതെന്ന് പറയും. അവരിങ്ങനെയൊക്കെ കൊല്ലുന്ന മനുഷ്യന്മാരാണെങ്കിലും അവർ ചടങ്ങ് നോക്കിയേ ബോഡി മൂടുന്നുള്ളൂ. ഡിങ്കൻ എങ്ങനെയൊക്കെയോ ബോഡി തിരിച്ചിട്ട് കയറുന്ന സമയം അപ്പാപ്പൻ ബൈബിള് വായിക്കായിരിക്കും. ദൈവത്തിന്റെ കൃപയോടുകൂടി നീ നിന്റെ പാതയിലേക്ക് പോവുക. നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷ നിനക്ക് ലഭിച്ചിരിക്കുന്നു. കൂടാതെ ഡിങ്കനോട് പറയും, നമ്മളെല്ലാവരും എന്ത് പാപികളാലേ, ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നമ്മളെല്ലാം എന്ത് പാപികളാലേ ഇത് ചോദിക്കുക. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ പെരും പാപികളാ. കൂടാതെ അപ്പാപ്പൻ ഡിങ്കനോട് ചോദിക്കും, ഞാൻ തന്ന ടേപ്പ്, പ്രാർത്ഥനാ ടേപ്പ് നീ കേൾക്കുന്നുണ്ടോ? അത് മനസ്സുരുകി കേട്ടാൽ മാത്രമേ നിനക്ക് സംസാരിക്കാൻ പറ്റൂ. അപ്പാപ്പൻ ഒരു വലിയ ദൈവവിശ്വാസിയാണ്. അവന് സംസാരം തിരിച്ചു കിട്ടാനായിട്ട് ഒരു പ്രാർത്ഥനാ ടേപ്പ് അവന് കൊടുത്തിട്ടുണ്ട്. അതെന്നും അവനോട് കേൾക്കാൻ പറയുമെങ്കിലും അവനത് കേൾക്കില്ല. തിരിച്ച് അവിടെ നിന്ന് യാത്രയായിട്ട് ഡിങ്കന്റെ വീടിന്റെ സ്ഥലത്ത് അവൻ ഇറക്കി കൊടുക്കും.
കൂടാതെ അവിടെ ഒരു അമ്മൂമ്മ കച്ചവടം ചെയ്യുന്നുണ്ട്. അമ്മൂമ്മക്കായിട്ട് 5 മുട്ട എടുത്ത് കൊടുക്കാനോ അപ്പാപ്പൻ പറയും. അവൻ അതുപോലെ തന്നെ 5 മുട്ട അമ്മൂമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മൂമ്മ അവനോട് നന്ദി പറഞ്ഞ് കയ്യിൽ പിടിക്കും. അവനാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോൾ പേടിച്ചിട്ടാണോന്നറിയില്ല, കയ്യും കുടഞ്ഞു മാറ്റിയിട്ട് അവൻ പോകും. പേടിച്ചിട്ടല്ല, അപ്പാപ്പനൊഴികെ ആരോടും അവൻ കമ്മ്യൂണിക്കേഷനായിട്ട് നിൽക്കാറില്ല. എന്നാലും ഡിങ്കന് വീട്ടിലേക്ക് അവിടെ നിന്നും കുറേ ദൂരമുണ്ട്. അവൻ സൈക്കിൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും എടുത്തിട്ട് അവൻ വീട്ടിലേക്ക് യാത്രയാവും. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ സീൻ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് കണ്ടിട്ട് കേരളം പോലെ തോന്നുന്നുണ്ടെന്നാണ്. പറഞ്ഞത് ശരിയാണ്, കേരളം പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ രാത്രിയാകുമ്പോഴാണ് അവൻ വീട്ടിൽ തിരിച്ചെത്തുക. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് അവൻ ഉറങ്ങാനായിട്ട് കിടക്കും. പിറ്റേന്ന് രാവിലാണ് മാനേജർ പറഞ്ഞയാൾ അവരെ പിടിച്ച് കൊണ്ടുവരേണ്ടത്. ആ ആളാണെങ്കിൽ മാനേജറുടെ കയ്യിലില്ല. മാനേജർ മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരുടെ അടുത്ത് പോയാണ് ഇവർ പിടിച്ചോണ്ട് വരേണ്ടത്. ആ സ്ഥലത്തേക്ക് പോകാനുള്ള ലൊക്കേഷൻ ഒരാൾ വിളിച്ചു പറയുമെന്നാണ് മാനേജർ പറഞ്ഞിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ ആ ആൾ വിളിച്ച് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. എന്നാൽ അങ്ങേർക്കാണെങ്കിൽ അങ്ങോട്ടുള്ള വഴി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പോൾ ഒരു ലേഡി വന്ന് ആ വഴി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെ വേറൊരുത്തനും കൂടി ഇരിക്കുന്നുണ്ട്. അവൻ ആ ചേച്ചിയുടെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് എന്നെ നോക്കിയിരിക്കുമ്പോൾ ചേച്ചി താഴ്ന്നു നിന്ന് എന്തടാന്നുള്ള മട്ടിൽ നോക്കുമ്പോൾ അവൻ കണ്ടു തെറ്റിക്കും. ശരിക്കും ഇവർ കിഡ്നാപ്പേഴ്സാണ്. മാനേജർ പറഞ്ഞയാളെ അവരെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടോ പോകാനുണ്ട്, എന്തോ ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിനോട് ഇവിടെ വന്ന് ചട്ടിക്കടിയിൽ നിന്ന് താക്കോലെടുത്ത് തുറന്നാൽ നിങ്ങൾക്ക് ആളെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടീം വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ബേറ്റുമായിട്ട് ചട്ടിക്കടിയിൽ നിന്ന് താക്കോലും എടുത്ത് ഡോറ് തുറക്കുമ്പോൾ തന്നെ ഡിങ്കൻ ബേറ്റ് ഒരൊറ്റ വീശായിരിക്കും. എന്നാൽ ആ റൂമിൽ ആരും ഉണ്ടാവില്ല. ഷടാ അതെന്താ സംഭവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് യാങ് ടെൻഷനായിട്ട് അടുത്ത റൂമിലേക്ക് ചെല്ലുമ്പോൾ ഈ റൂമിലെ സോഫയുടെ പിന്നിൽ നിന്ന് ഒരു ചെറിയ കൊച്ച്, മുയലിന്റെ മുഖം മൂടി വെച്ചൊരു കൊച്ച് എഴുന്നേറ്റ് നിൽക്കും. അത് കാണുമ്പോൾ തന്നെ ഡിങ്കൻ അപ്പാപ്പനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആങ്ങിയെല്ലാം കാണിച്ച് വിളിക്കും. അപ്പാപ്പൻ വന്നു നോക്കുമ്പോൾ ഒരു ചെറിയ കൊച്ച്. ആകെ ടെൻഷനാവും. ഈ മാനേജർ ഞാൻ ആരാന്നാ വിചാരിച്ചിരിക്കുന്നത്, ഇമ്മാതിരി പരിപാടി ഒന്നും എന്നെ കൂടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മാനേജർ കോൾ ചെയ്യും. മാനേജർ പറയും, ഞാൻ നിങ്ങളോട് ഈ ഒറ്റ കാര്യമില്ല ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, ഒരൊറ്റ ദിവസം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി കാര്യം ഞാനേറ്റ്. എന്നാലും അപ്പാപ്പൻ സമ്മതിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അന്നേരം മാനേജർ ഒരു ഓഫർ വെക്കും. ഈ കൊച്ചിനെ തിരിച്ച് വീട്ടുകാർക്ക് ഏൽപ്പിക്കുന്ന സമയം കുറച്ച് പൈസ കിട്ടും. ആ പൈസയുടെ ഒരു വിഹിതം നിങ്ങൾക്കും തരാം. അത് കേൾക്കുന്ന അപ്പാപ്പൻ എന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മാനേജർ ആ കുട്ടികളെ പിടുത്തക്കാരോട് പറഞ്ഞിരുന്നത് അങ്ങേര് പറഞ്ഞ കുടുംബത്തിലെ ആൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ്. എന്നാൽ ആ മണിയന്മാർ ചെന്നിട്ട് പെൺകുട്ടിയെയും കിഡ്നാപ്പ് ചെയ്ത് പോന്നു. ആ കുട്ടിയുടെ അച്ഛനെ വിളിച്ച് നിങ്ങളുടെ മകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, തിരിച്ചു വേണേ കാശ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങേരാണെങ്കിൽ എന്തോ ഒരു മുട വർത്താനം. കൊച്ചിനെ വേണ്ടാത്ത പോലെയാണ് അങ്ങേര് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന അപ്പാപ്പന് ദേഷ്യം വരും. ഇതെന്ത് തന്തയും തള്ളയാണ്, ആൺകൊച്ചാണെങ്കിലും പെൺകൊച്ചാണെങ്കിലും ഒരുപോലെയല്ലേ കാണുന്നുണ്ട്. ഇതിമ്മാതിരി ഓരോ തന്തമാരും തള്ളമാരും. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, കൊച്ചിനെ സൂക്ഷിച്ചേ പറ്റൂ. പക്ഷെ അപ്പാപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറ്റില്ല. ചുറ്റും ഇഷ്ടം പോലെ അയൽവാസികളുണ്ട്. അവരാരെങ്കിലും കണ്ട് കേസ് കൊടുത്താൽ പിന്നെ ഞാനായിരിക്കും ജയിലാവുക. എനിക്കാണെങ്കിൽ പോലീസിനെ കണ്ട് ഓടാനാണെങ്കിൽ എൻ്റെ ഈ തൊലിഞ്ഞ കാലം വെച്ച് പറ്റിയില്ല. അപ്പാപ്പൻ്റെ കാലിന് ചെറിയൊരു മുടന്നുണ്ട്. അങ്ങേർക്ക് ഓടാനും നടക്കാനും ഒക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അതിന് ഡിങ്ക എന്നെക്കൊണ്ട് പറ്റൂല എന്ന് മോദം കൊണ്ട് കാണിക്കും. അപ്പാപ്പൻ പറയും, ഞാനാണ് നിന്നെ ഇത്രയും കാലം വളർത്തിയത്, നിനക്ക് നല്ല ജോലി തന്നു. എന്നെ അഥവാ പോലീസ് പിടിക്കുകയാണെങ്കിൽ നീ വിരലും വായിലിട്ട് ഇരിക്കേണ്ടി വരും, നിനക്ക് വേറെ ജോലിയൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൻ എന്നാ പിന്നെ ഓക്കെ എന്ന് വിചാരിക്കും. മനസ്സില്ലാ മനസ്സോടെയാണ് അവൻ സമ്മതിക്കുക. മൗനം സമ്മതം അങ്ങനെ ആയിരിക്കും. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് കൊച്ച് മുഖംമൂടിയെല്ലാം മാറ്റിവെക്കും. നല്ലൊരു സുന്ദരി കൊച്ച്. അവൾ ചോദിക്കും, നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോ? അതിന് അപ്പാപ്പൻ പറയും, അല്ല, ഞങ്ങൾ നിന്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അച്ഛൻ ഒരു സാധനം കൊണ്ടു തരുന്നവരെ നിന്നെ സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അവൾ ചോദിക്കും, അച്ഛൻ എന്താ കാശ് എടുക്കാൻ പോയതാണോ? അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുള്ള കാര്യം. അപ്പാപ്പനൊന്ന് പരിങ്ങി നിന്നിട്ട്, അതൊന്നുമല്ല, നീ ഇപ്പം ചേട്ടൻ്റെ കൂടെ പോയാൽ മതി, നാളെ രാവിലെ അച്ഛൻ വരും, അച്ഛൻ്റെ കൂടെ നിനക്ക് പോവാം. ആട്ടെ, മോളുടെ പേരെന്താ? എൻ്റെ പേര് ജോഹി. ആ ജോഹി കൊച്ച്, നാളെ രാവിലെ വരെ ചേട്ടൻ്റെ കൂടെ നിൽക്കുക, രാവിലെ അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ പോവുകയും ചെയ്യാം. അങ്ങനെ എന്നത്തെയും പോലെ സ്ഥലത്തെത്തുമ്പോൾ ഡിങ്കം പെരു ഉറക്കായിരിക്കും. അപ്പാപ്പൻ ജോഹിയോട് അവനോട് സ്ഥലത്തീന്ന് പറയാൻ പറയും. അവൾ തട്ടി വിളിച്ച് സ്ഥലത്തീന്ന് പറയുമ്പോൾ അവൻ ഞെട്ടി എഴുന്നേൽക്കും. അവൾക്ക് വായക്ക് രുചിയുള്ള എന്തെങ്കിലും നല്ല സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവന് കുറച്ചധികം കാശ് കൊടുക്കും. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സൈക്കിൾ എടുക്കുന്ന സമയത്ത് അവൾ എന്താണെന്നറിയാതെ നിൽക്കുകയായിരിക്കും. വന്ന് കയറാനായിട്ട് മുഖം കൊണ്ട് കാണിക്കുമ്പോൾ അവൾ വന്ന് സൈക്കിളിൽ കയറും. അങ്ങനെ ആ ഭംഗിയുള്ള സ്ഥലത്തിലൂടെ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മുന്നിൽ അമ്മച്ചിയെ കാണും. പെട്ടെന്ന് അവൾ സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങി, അമ്മച്ചി എന്നെ രക്ഷിക്കണേ, എങ്ങനെ എന്നെ തട്ടിക്കൊണ്ടു പോവാന്ന് പറയും. അമ്മച്ചിക്കാണെങ്കിൽ വയസ്സായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഈ കൊച്ചിനാണെങ്കിൽ നല്ല ബുദ്ധിയാണ്. ഇവൻ്റെ കൂടെ നല്ലപോലെ നിന്നിട്ട് ഒരാളെ കണ്ടപ്പോൾ അവൾ രക്ഷിക്കടാന്ന് വിളിച്ചിറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ അവളെ വീണ്ടും സൈക്കിളിൽ കയറ്റി ഇരുത്തി കെട്ടിയിട്ടായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക.
അങ്ങനെ വീട്ടിലെത്തുമ്പോഴാണ് മനസ്സിലാവുക അവൻ്റെ വീട് കാടിന് നടുവിലായിട്ടൊരു വീടാണ്. ചുറ്റും അയൽവാസികൾ ആരുമില്ല. അവൻ അവളെ വീട്ടിലേക്ക് തള്ളി തള്ളി കയറ്റും. അവനൊരു കൊച്ചിനെ എങ്ങനെ നോക്കണം എന്ന് അറിഞ്ഞൂടാ. അവൻ തള്ളി തള്ളിയാണ് കയറ്റുക. റൂമിനകത്തെത്തുമ്പോൾ ആ റൂം മൊത്തം ഡ്രസ്സുകളെല്ലാം അവിടെയും ഇവിടെയായിട്ട് അലങ്കോലായി കിടക്കുകയായിരിക്കും. അപ്പോഴുണ്ടാവും ഡ്രസ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊച്ച് തലയും ചൊറിഞ്ഞുകൊണ്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റിരിക്കുക. അവളുടെ അടുത്തേക്ക് കുറച്ച് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ അവൾ അതെടുത്ത് കഴിക്കാൻ തുടങ്ങും. കണ്ടിട്ട് കുറേ കാലമായി കുളിച്ചിട്ടെന്ന് നമുക്ക് തോന്നും. ശരിക്കും അങ്ങനെ തന്നെയാണ്, കുളിച്ചിട്ട് കുറേ കാലമായി. ഡിങ്കം വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജോയി വന്നിട്ട് അവളോട് ചോദിക്കും നിന്റെ പേരെന്താ? അതിന് അവളുടെ പേര് പറഞ്ഞു കൊടുക്കും. ഇവിടെ ഫോണുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ലാന്ന് തലയാട്ടും. എന്നാൽ പിന്നെ എൻ്റെ അച്ഛൻ നാളെ വരും, അച്ഛൻ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയും. അതിന് അവൾ ചോദിക്കും അപ്പോൾ എൻ്റെ ചേട്ടനോ? ജോഹി ചോദിക്കും അത് നിന്റെ ചേട്ടനാണോ? അവൾ അതേന്ന് പറയുമ്പോഴേക്ക് ഡിങ്കൻ തിരിച്ച് റൂമിൽ കയറിയിട്ടുണ്ടാവും. അവളോടും ഭക്ഷണം കഴിക്കാനായിട്ട് പറയും. അല്ല പറയില്ല, അവളോട് ആംഗ്യം കാണിക്കും, സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവൻ അവിടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ കൊച്ചൻ്റെ ജെത്തിയും പിന്നാലെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ജോഹി ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ ഇരിക്കും. പിറ്റേന്ന് രാവിലെ ജോഹി എഴുന്നേൽക്കുമ്പോൾ കൊച്ചൻ്റെ ജെത്തി കിടന്നുറങ്ങിയായിരിക്കും. പുറത്തേക്ക് നോക്കുമ്പോൾ ഡിങ്കം പല്ല് തേക്കുന്നുണ്ടാവും. അവൾ കൊച്ചനെ ജെത്തിയെ വിളിക്കുമ്പോൾ അവൾ തലയെല്ലാം ചൊറിഞ്ഞ് എഴുന്നേറ്റ് എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി ബാത്റൂമിലേക്ക് ചെല്ലും. അവിടെ എന്താ വിശപ്പിൻ്റെ അടുത്ത് വെച്ചെന്ന് എനിക്കറിയില്ല. എന്തായാലും അവൾ അങ്ങോട്ട് പോകും. പിന്നാലെ തന്നെ ജോഹിയും ചെന്ന് ബാത്റൂമിന് പുറത്ത് കാത്തു നിൽക്കും. അന്നേരം ഡിങ്കൻ അപ്പാപ്പന് മെസ്സേജ് ചെയ്യും ഇനി ഇവളെ ഇവിടെ നോക്കാനായിട്ട് പറ്റില്ല, റൂം ലോക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല, കാരണം അനിയത്തിയും ഉണ്ടാവും, അതുകൊണ്ട് ഇപ്പം തന്നെ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മൾ നേരത്തെ മാനേജറുടെ അടുത്ത് കണ്ട ശിങ്കിടുമാർ നമ്മുടെ കൊച്ചിനെ നടുക്ക് വെച്ചിരിക്കുന്നുണ്ടാവും. എന്നാൽ മാനേജറിന് പകരം അവിടെ മാനേജറുടെ മാനേജർ ആയിരിക്കും ഉണ്ടാവുക. മാനേജർമാരുടെ മാനേജർ വലിയ തല, അങ്ങനെ വലിയ തല ആയിരിക്കും. അന്നേരം നമ്മുടെ ടീം മാനേജറിനെ അവിടെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടാവും, അടിച്ചു കൊല്ലാനായിട്ട് പാകത്തിന്. സംഭവം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ മാനേജർ അങ്ങേരുടെ തല അറിയാതെയാണ് ഈ കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതങ്ങേരെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പം മാനേജറെ തൂക്കി. മാനേജർ ആരും അറിയാതെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ചീള് പരിപാടി ചെയ്യാൻ നിന്ന്. ആ ഇരിക്കുന്ന തലക്കാണെങ്കിൽ ഇതുപോലത്തെ ചീള് പരിപാടി, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പോൾ അവൻ ചോദിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞല്ല നിന്നോട് ഇതുമാതിരിയുള്ള പരിപാടിക്കൊന്നും നിൽക്കണ്ടാന്ന്. ഇപ്പം എന്തായി, തൂങ്ങേണ്ടി വന്നില്ലേ? കൂടെ തന്നെ ഡിങ്കനും അവരെ ബോധക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ അവൻ ഇങ്ങോട്ടൊന്ന് കിട്ടിയതാണല്ലോ, അത് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കും. എന്നിട്ട് തലയുടെ അടുത്ത് വന്നിട്ട് എല്ലാം റെഡിയാണ്, നിങ്ങൾ ചെന്നോളൂ എന്ന് പറയും. അപ്പോൾ തല പറയും നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൊച്ചിന് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്ത് ചെന്ന് മാനേജർക്കിട്ട് പണിയാൻ തുടങ്ങും. അന്നേരം അപ്പാപ്പൻ ആ കുട്ടികളെ പിടുത്തക്കാരെ വിളിച്ചിട്ട് പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയിട്ടുണ്ട്, ഈ കൊച്ചിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണെന്ന് പറയും. അവരും ഓക്കെ പറയും, തിരിച്ചു കൊണ്ടുവന്നോളൂ എന്ന് പറയും. അപ്പോഴേക്കകത്ത് മാനേജറെ സമാധിയാക്കിയിട്ടുണ്ടാകും. അവരാ ബോഡി എടുത്ത് വണ്ടിയിൽ കയറ്റാൻ നേരത്ത് ജോഹി ചോദിക്കും എൻ്റെ അച്ഛൻ ഇന്ന് വരില്ലേ? അതിന് അപ്പാപ്പൻ പറയും അച്ഛൻ നാളെ ആയിരിക്കും വരിക, ചിലപ്പം മറ്റന്നാളാവാൻ മതി, നീ 2 ദിവസം കൂടെ എന്തായാലും ചേട്ടൻ്റെ കൂടെ നിൽക്ക്. അങ്ങനെ മാനേജറുടെ ബോഡി അവർ മൂടാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കൂടെ തന്നെ ജോഹിയെയും കൊണ്ടുപോകുന്നുണ്ട്. അവളാണെങ്കിൽ ചെറുപ്രായത്തിൽ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പാപ്പൻ പറയും നീ ഒരു വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും നീ വളരേണ്ടത്. അത് കേൾക്കുമ്പോൾ തന്നെ അവൾ താഴ്ന്നിരുന്ന് ആ മണ്ണെടുത്ത് കുഴിയിലേക്കിടും. അവൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ടീം കുട്ടികളെ പിടുത്തക്കാരുടെ അടുത്ത് ചെന്ന് കാര്യം പറയുമ്പോൾ അവർ പറയും കുട്ടിയെ തരുമ്പോൾ $25,000 കൂടെ തന്നാലേ കുട്ടിയെ തിരിച്ചെടുക്കൂ. അതിനപ്പാപ്പൻ അതെന്തിനാ നിങ്ങൾക്ക് $25,000? നിങ്ങളുടെ ഫീസ് $3,000 ആണെന്നാണല്ലോ മാനേജർ പറഞ്ഞേ. അതിനവർ പറയും ഈ കൊച്ചിനെ അവർ തിരിച്ച് അവരുടെ വീട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു വിഹിതവും ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. ഇപ്പോൾ കുട്ടിയെ തിരിച്ചു കൊടുത്തില്ല, ഞങ്ങളുടെ വിഹിതവും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ആ വിഹിതമായ $25,000 നിങ്ങൾ ഞങ്ങൾക്ക് തരണം. അതിനപ്പാപ്പൻ പറയും അതിന് മാത്രം കാശൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അവർ പറയും എന്നാൽ പിന്നെ നല്ലൊരു ഐഡിയ ഉണ്ട്, ഈ കൊച്ചിനങ്ങ് വിൽക്കുക, അവിടെ നിന്ന് കിട്ടുന്ന കാശ് നമുക്ക് 2 പേർക്കും വീതിച്ചെടുക്കുക. അതാണെങ്കിൽ അപ്പാപ്പന് പറ്റില്ല, ആ കൊച്ചിനെ വിൽക്കുന്ന കാര്യം അപ്പാപ്പന് പറ്റില്ല. അതുകൊണ്ട് അവർ പറയും എന്നാൽ പിന്നെ കൊച്ചിന് ആവശ്യമുള്ള കളറുകളും പുസ്തകങ്ങളും എല്ലാം വാങ്ങിക്കൊടുത്ത് ആ കൊച്ചിനെ കൊണ്ട് തന്നെ അവളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള കത്ത് എഴുതിക്കുക. അതിൻ്റെ മാറ്റർ ഞങ്ങൾ അയച്ചുതരാം, അതുപോലെ തന്നെ അവളെ കൊണ്ട് എഴുതിച്ചാൽ മതി. അങ്ങനെ ഡിങ്കം കടയിൽ ചെന്നിട്ട് അവൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളും പെന്നും എല്ലാം വാങ്ങി അവളുടെ മനസ്സൊന്ന് തിരിക്കാനായിട്ട് അവൾക്ക് കുറേ ടോയ്സുകളും വാങ്ങും. എന്നിട്ട് വീട്ടിൽ കൊണ്ടു ചെന്ന് അവളെ കൊണ്ട് കത്ത് എഴുതിക്കും. അതിലെഴുതുന്നത് ഇങ്ങനെയാണ് അച്ഛാ ജൂൺ 26-ന് $2 ലക്ഷം ബാക്കപ്പ് പാലത്തിൻ്റെ അടിയിൽ വരിക. അപ്പോൾ കൊച്ചനുജത്തി ചോദിക്കും ചേച്ചി എന്താ എഴുതുന്നേ? അപ്പോൾ അവൾ പറയും എൻ്റെ അച്ഛനോട് $2 ലക്ഷം ചോദിക്കുകയാണ്. അതെന്തിനാ $2 ലക്ഷം ചോദിക്കുന്നേ? അപ്പോൾ അവൾ പറയും കിഡ്നാപ്പേഴ്സിന് വേണ്ടിയാണ്. ആരാ കിഡ്നാപ്പേഴ്സ്? കിഡ്നാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജോഹി പറഞ്ഞു കൊടുക്കും കിഡ്നാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ തട്ടിക്കൊണ്ടുവന്ന ആളുകൾ,
അപ്പോൾ കൊച്ചനുജത്തി ഞെട്ടും. എൻ്റെ ചേട്ടൻ അപ്പം നിന്നെ തട്ടിക്കൊണ്ടുവന്നതാണോ? ഡിങ്കൻ ടെൻഷനായിട്ട് അവൾ അത്ര എഴുതിയ കത്തും പിടിച്ചു വാങ്ങിയിട്ട് അവിടുന്ന് പോവും. അന്ന് രാത്രി തന്നെ നമ്മുടെ ടീം കത്തുമായിട്ട് കുട്ടികളെപ്പിടുത്തക്കാരുടെ അടുത്ത് ചെന്ന് കൊടുക്കും. അപ്പോൾ അവർ പറയും ഇതൊരു ഫേക്ക് കത്താണ്, ആദ്യം തന്നെ ഇത് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ പോലീസിനെ കൂട്ടി വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു കത്തും കൂടെ എഴുതണം, ഇതൊരു ഫേക്ക് കത്താണ്. ഇതുവരെ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങേര് തിരിഞ്ഞു നടക്കാൻ നേരത്ത് അങ്ങേര് വീണ്ടും ചോദിക്കും നിങ്ങൾ ഇതിൽ നക്കിയെങ്ങാൻ ഒട്ടിച്ചിരുന്നോ? അപ്പോൾ ഡിങ്കും പരുങ്ങും അവൻ നക്കിയായിരുന്നു അത് ഒട്ടിച്ചിരുന്നത്. അതിന് അയാൾ പറയും ഇത് ഞാൻ റെഡിയായിക്കോളാം, അടുത്ത കത്ത് എഴുതുമ്പോൾ അതിൽ വിയർപ്പ്, തുപ്പല്, മുടി ഇതൊന്നും ആവാൻ പാടില്ല, ശ്രദ്ധിച്ചു വേണം എഴുതാൻ. അങ്ങനെ അവർ ഓക്കെയും പറഞ്ഞ് അവിടുന്ന് തിരിച്ചു പോരും. ജോഹി വീട്ടിലെന്തോ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവനും അകത്തേക്ക് കയറി വരിക. അവൾ അപ്പം തന്നെ അറിയാത്ത പോലെ കളർ ചെയ്യും. അവൻ കുറച്ച് ഫുഡ് എടുത്ത് താഴെ ഇടുമ്പോഴേക്ക് അനിയത്ത് പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നു വിശക്കുന്നു എന്ന്. എന്നിട്ട് അവൻ പുറത്തേക്ക് തന്നെ തിരിച്ചിറങ്ങാൻ നേരത്ത് ഒരു തുണിയുടെ അടിയിൽ ഒരു ടോയ് ഉണ്ടായിരുന്നു, അതിൽ ചവിട്ടിയിട്ട് അവൻ്റെ കാല് വേദനിക്കും. എന്നാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അന്നേരം ജോഹി റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്യും. അതിന് 3 കാലം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കട്ടകളെല്ലാം വെച്ചിട്ട് അത് അവൾ സ്റ്റേബിളാക്കി നിർത്തും. അതിനു മേലെ ഫുഡ് വെക്കുമ്പോഴേക്ക് കൊച്ചിനെത്തി അതെല്ലാം മാന്തി പറിച്ച് കഴിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും. അതിന് ജോഹി പറയും ഇതെടുക്കരുത്, നീ നല്ല കുട്ടിയല്ലേ. അതിനവള് ഞാൻ നല്ല കുട്ടിയല്ല എന്ന് തലയാട്ടി കാണിക്കും. ഞാൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയാണെങ്കിൽ അവസാനം നിനക്കൊരു സമ്മാനം തരുമെന്ന് പറയുമ്പോൾ കൊച്ചനുജത്തി ഓക്കെ പറയും. അവൾ ഭക്ഷണം എടുക്കില്ല, നല്ല കുട്ടിയായിട്ട് ഇരിക്കും. അങ്ങനെ ജോഹി റൂമിലുള്ള തുണികൾ എങ്ങനെയാണ് മടക്കി വെക്കേണ്ടത് എന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കും. അവൾ അപ്പം തന്നെ അത് നോക്കി ചെയ്യുന്നുണ്ട്. എന്തായാലും അവസാനം ഒരു സമ്മാനം കിട്ടാൻ പോവല്ലേ, അവൾ അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞ് ഡിങ്കൻ റൂമിലേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ റൂമെല്ലാം വൃത്തിയും മെനയാക്കി വെച്ചിട്ടുണ്ടാവും, ഡ്രസ്സെല്ലാം മടക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം എന്ത് മായാജാലാന്ന് വിചാരിക്കുമ്പോഴാണ് അടുക്കള നിന്ന് ജോഹിയും കൊച്ചനുജത്തിയും കൂടെ ഭക്ഷണം കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുക. അനിയത്തി വീണ്ടും അത് എടുക്കാൻ നോക്കുമ്പോൾ ജോഹി പറയും ഇപ്പം എടുക്കരുത്, ചേട്ടനും കൂടി ഇരിക്കട്ടെ, ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതിനവള് പറയും ചേട്ടാ പ്ലീസ് ഒന്നിരിക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, എനിക്ക് വിശക്കുന്നു. അങ്ങനെ ഡിങ്കനും ഇരിക്കും. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ജോഹി കൊച്ചനുജത്തിക്ക് ഭക്ഷണം മുറിച്ച് വെച്ച് കൊടുക്കും, അവൾക്ക് കഴിക്കാൻ സുഖമായിട്ട് കഴിക്കാനായിട്ട്. അന്നേരം ഡിങ്കന് എന്തോ ഒരു സന്തോഷം മുഖത്ത് വരുന്നുണ്ട്, എന്തോ ഒരു കിട്ടാത്തത് കിട്ടിയ പോലെയുള്ള സന്തോഷം. അങ്ങനെ സമയമാകുമ്പോൾ അവർ കിടന്നുറങ്ങും. കുറച്ച് സമയം കഴിയുമ്പോൾ ജോഹി മെല്ലെ ഡിങ്കന്റെ പോക്കറ്റിൽ നിന്ന് അവൻ്റെ ഫോൺ എടുക്കാൻ നോക്കും. എന്നാൽ 2-3 തവണ ശ്രമിക്കുമ്പോൾ അത് താഴെ വീഴും. അപ്പം തന്നെ ഡിങ്കൻ എഴുന്നേൽക്കും. ജോഹി പറയും എനിക്ക് ബാത്റൂമിൽ പോകണം. അവൻ ഡോറ് തുറന്നു കൊടുത്ത് അവൾ പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്ത് മൂങ്ങയുടെ ഒച്ചയെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് പേടിയാവും. നിങ്ങളും എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കും. അവനും അവളുടെ കൂടെ തന്നെ പേടിക്കായിട്ട് ചെല്ലും. അപ്പോഴും മൂങ്ങയുടെ ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിക്കാനായിട്ട് ചെല്ലും. അവനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുമില്ല. അങ്ങനെ ബാത്റൂമിൽ കയറുമ്പോഴും അവൾ ചോദിക്കും ചേട്ടൻ പുറത്തുണ്ടോ? അതിനവൻ കൈയടിച്ച് കാണിക്കും. ഞാൻ പുറത്തുണ്ടെന്ന് അറിയിക്കാനായിട്ട് കൈയടിച്ച് കേൾപ്പിക്കും. പിറ്റേന്ന് അവൻ വീണ്ടും ജോലിക്ക് പോയിട്ട് അവിടെയുള്ള ആളെ കീച്ചി കഴിയുമ്പോൾ വേസ്റ്റ് എല്ലാം പുറത്ത് തട്ടാനായിട്ട് കൊണ്ടുവരുമ്പോൾ അതെല്ലാം പൊട്ടി താഴെ വീഴും. അപ്പോൾ ജോഹിയും അതെല്ലാം പെറുക്കി കൂട്ടാനായിട്ട് അവനെ സഹായിക്കും. അവൾ ചോദിക്കും എൻ്റെ അച്ഛൻ വരെ ഇനിയും ദിവസങ്ങൾ കഴിയോ? അവക്കിപ്പം കാത്തിരുന്ന് മതിയായിട്ടുണ്ട്. അവളോട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണെങ്കിൽ ഡിങ്കൻ അറിയില്ല. അവൻ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകും. പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് കൊച്ചുങ്ങൾ 2 പേരും കൂടെ അവൻ്റെ ഡ്രസ്സും എല്ലാവരുടെ ഡ്രസ്സും ഒരുമിച്ച് തിരുമ്പുന്നതായിരിക്കും. അവൻ ഓടിച്ചെന്ന് എല്ലാം പാടെ എടുത്തു വരാൻ നോക്കുമ്പോൾ കൊച്ചനുജത്തി എല്ലാം പാടെ തട്ടിപ്പറിച്ച് ഇതെല്ലാം ഞങ്ങൾക്ക് തിരുമ്പേണ്ട സാധനങ്ങളാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടിടും. ഇത് കാണുമ്പോൾ ജോഹിക്ക് സന്തോഷമാവുന്നുണ്ട്. അവൾ ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവർ തിരുമ്പിയതെല്ലാം പിഴിയാനായിട്ട് ഡിങ്കൻ അവരെ സഹായിക്കും. ഡിങ്കൻ അപ്പോൾ അവരുടെ കൂടെ ചെറുതായിട്ട് കളിക്കുന്നുണ്ട്. ആ സമയത്ത് ജോഹി കൊച്ചനുജത്തിയുടെ മുടി നല്ലപോലെ വൃത്തിയാവാനായിട്ട് സോപ്പിട്ട് കഴുകി കൊടുക്കുന്നുണ്ട്. ഡിങ്കൻ അലക്കിയ ഡ്രസ്സുകളെല്ലാം ചിക്കിയിടാനായിട്ട് ഒരു പുതിയ അയല കെട്ടും. അപ്പോൾ കുട്ടികൾ അടിയിൽ നിന്ന് ഓടി കളിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടും ഇപ്പോൾ ഒരു സന്തുഷ്ടമായിട്ടുള്ള കുടുംബമായിട്ടുണ്ട്. പിറ്റേന്ന് വീണ്ടും നമ്മുടെ ടീം ജോലിക്ക് പോകുമ്പോൾ അവളും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അവൾ എന്തായാലും ഒറ്റയ്ക്ക് വീട്ടിലാക്കി പോരാൻ പറ്റില്ല. അവൾ എപ്പോഴാണ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കാമെന്ന് പറയാനും പറ്റില്ല. അന്ന് വൈകുന്നേരം അപ്പാപ്പൻ നമ്മുടെ കൊച്ചുങ്ങളെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ 2 പേരും കൂടെ അങ്കിളെ എന്ന് വിളിച്ച് ഓടി ചെല്ലും. അപ്പാപ്പനാണെങ്കിൽ അവർക്ക് കഴിക്കാനോ കുടിക്കാനോ ഒക്കെ ആയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാമറയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഡിങ്കൻ അറിയില്ല ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ജോഹി പറയും ഇതുപോലൊരെണ്ണം എൻ്റെ വീട്ടിലുമുണ്ട്, ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അത് വാങ്ങും. എന്നിട്ട് അവൾ അതിലെന്തൊക്കെയോ പണിയെടുത്തിട്ട് അവരോട് എല്ലാവരോടും ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്, പോസ് ചെയ്യാൻ പറയും. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് കൊച്ചനുജത്തിയുടെ കയ്യിൽ അത് കൊടുത്തു പറയും ഇത് ഷെയ്ക്ക് ചെയ്തോണ്ടേ നിൽക്ക്, അവസാനമാകുമ്പോൾ അതിൽ ചിത്രം വരും. അടുത്തത് ഇനി ജോഹിയുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്. ഫോട്ടോ എടുക്കാൻ നേരത്ത് അവളാണെങ്കിൽ പെരും ചിരിയായിരിക്കും, നല്ല ചിരിയായിരിക്കും. അതിനപ്പാപ്പൻ പറയും എൻ്റെ പൊന്നു ജോഹി നീ ഇങ്ങനെ ചിരിക്കുകയാണെങ്കിൽ നിന്റെ വീട്ടുകാർ വിചാരിക്കും നീ ഇവിടെ താമസിക്കാൻ വന്നാണെന്ന്. മുഖത്ത് കുറച്ച് വിഷമം വരട്ടെ. അവൾ കഷ്ടപ്പെട്ട് എങ്ങനെയോ കുറച്ച് വിഷമം ഉണ്ടായി കൊടുക്കും. അപ്പം
അപ്പോൾ തന്നെ അപ്പാപ്പൻ ഫോട്ടോ എടുക്കും. ആ ഫോട്ടോയിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവളെ കൊണ്ട് തന്നെ എഴുതിച്ച് ആ കത്തിൻ്റെ കൂടെ അത് ഉൾക്കൊള്ളിക്കും. അവർ രണ്ടാമതൊരു കത്ത് കൂടെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ കത്താണ് അവരിപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അപ്പാപ്പനൊരു കോള് വരിക. പുറത്ത് ചെന്ന് എടുത്തു നോക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾ എന്തോ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അതേ സമയത്ത് അകത്ത് കൊച്ചനെത്തി ജോഹിയോട് ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കും. ഡേജോണിലാണെന്ന് പറയുമ്പോൾ അവൾ വീണ്ടും ചോദിക്കും, ഡേജോൺ അമേരിക്കയെക്കാളും ദൂരത്താണോ? അല്ല, അമേരിക്കയെക്കാളും ദൂരത്തല്ല. വീണ്ടും അവൾ ചോദിക്കും, പിന്നെന്താ ചേച്ചി അച്ഛനെയും അമ്മയും കാണാനായിട്ട് പോവാത്തെ? അതിനവൾ പറയും, എൻ്റെ അച്ഛന് എൻ്റെ അനിയനെ മാത്രമാണ് ഇഷ്ടം, ഞാൻ വീട്ടിലേക്ക് വരുന്ന എൻ്റെ അച്ഛന് ഇഷ്ടമല്ല. അപ്പോഴാണ് മനസ്സിലാവുക അവളുടെ അച്ഛൻ കാശ് കൊടുത്തിട്ട് അവളെ തിരിച്ചെടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് നീട്ടി നീട്ടി കളിക്കുന്നതെന്ന്. പുറത്തുനിന്ന് അപ്പാപ്പൻ ഡിങ്കനെ വിളിച്ച് പറയും, നമ്മുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. നാളെ ആ തന്തയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങാൻ ഞാൻ തന്നെ ചെല്ലണം പോലും. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ പറയാണ്, അവരെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്ന സമയത്ത് അവരാരൊക്കെയോ കണ്ടു. ഇനി അവരങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അവരെല്ലാവരും ഇവരെ പിടിക്കുമെന്ന്. എന്നിട്ട് അപ്പാപ്പൻ പറയും, നീ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ പള്ളിയിൽ പോകുന്നില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നമല്ല എൻ്റെ തലയിൽ തന്നെ വന്ന് പെടുന്നത്. പിറ്റേന്ന് അപ്പാപ്പൻ കാശ് വാങ്ങാനായിട്ട് അവർ പറഞ്ഞ സ്ഥലത്ത് വണ്ടിയിൽ പോയി നിൽക്കും. എന്നാലും നല്ലപോലെ പേടിയാവുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ പോലീസ് ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ജയിലാവും. നീലത്തൊപ്പിയിട്ടുള്ള ഒരാൾ വരുമ്പോൾ അങ്ങനെ ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതുവരെ ഒരു നീലത്തൊപ്പിക്കാരൻ വരുന്നില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു നീലത്തൊപ്പിക്കാരൻ വണ്ടിയും പാസ് ചെയ്ത് പോകും. അപ്പാപ്പൻ പിന്നാലെ തന്നെ അയാളെ ഫോളോ ചെയ്ത് ചെല്ലുമ്പോൾ അങ്ങേരെ ഓരോ ഊടുവഴികളിലൂടെയും കയറി ചെന്ന് ആ ബാഗ് അവിടെ കളഞ്ഞിട്ട് പോകും. ആ ബാഗ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ പള്ളം നിറച്ചും പേടിയായിരിക്കും. ആ ബാഗ് എടുക്കാൻ തന്നെ പേടിയായിരിക്കും. അവസാനം എങ്ങനെയോ അതും എടുത്തിട്ട് അവിടുന്ന് വേഗത്തിൽ നടക്കും. കാണുന്നവരെല്ലാം അങ്ങേരെ ഫോളോ ചെയ്യാണെന്ന് തോന്നിയിട്ട് അങ്ങേരെ സ്പീഡിൽ നടക്കാൻ തുടങ്ങും. എന്നാലും മുടന്തിയാണ് പോകുന്നത്, സ്പീഡൊന്നും വരുന്നില്ല. മനസ്സിൽ മൊത്തം പേടിയായതുകൊണ്ട് തന്നെ തളർന്ന് അങ്ങേരെ താഴെ വീണു പോകും. എന്നാലും എഴുന്നേറ്റ് നടക്കാൻ നോക്കുമ്പോൾ സ്റ്റെപ്പിൽ നിന്ന് തെന്നിയിട്ട് താഴെ വീണ് തലയടിക്കും. നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ വീണ്ടും എഴുന്നേറ്റ് ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നടക്കാനാവുന്നില്ല. അങ്ങനെ അവിടെ ഇരിക്കും. പക്ഷെ ആ ഇരുത്തത്തിൽ തന്നെ അങ്ങേര് മരിച്ചു പോകും. പക്ഷെ അപ്പാപ്പൻ ഡിങ്കനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാശുമായി ഉച്ചയായിട്ടും തിരിച്ചെത്തിയില്ലെങ്കിൽ നീ ആ കൊച്ചിനെയും കൊണ്ട് ആ കുട്ടികളെ പിടുത്തക്കാർ പറഞ്ഞ ആ അറവുശാലയിൽ കൊണ്ടു കൊടുക്കണം. എന്നാൽ ഡിങ്കൻ അപ്പാപ്പനെ വിളിച്ചു നോക്കുമ്പോൾ കിട്ടുന്നില്ല, കോള് കണക്റ്റ് ആവുന്നില്ല. അപ്പാപ്പൻ മരിച്ചു പോയല്ലോ, അതുകൊണ്ട് ഫോൺ എടുക്കാൻ ആരുമില്ല. അവൻ റൂമിലേക്ക് തിരിച്ചു കയറി ജോഹിക്ക് അവളുടെ യൂണിഫോം ഇട്ട് കൊടുക്കും. അവൾ ചോദിക്കും, എൻ്റെ അച്ഛൻ വരാനുള്ള സമയമായോ? എന്നിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് അവൾ പുറത്തിറങ്ങുമ്പോൾ കൊച്ചനുജത്തിയോട് പറയും, ചേച്ചി തിരിച്ചു വരുന്നവരെ നല്ല കുട്ടിയായിരിക്കണം. അതിനവളും ഒക്കെ പറയും. അങ്ങനെ അവർ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് ആ അറവുശാലയിലെത്തും. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ കോഴികളുണ്ട്. അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ജോഹിയുടെ കാല് വഴക്കിയിട്ട് അവൾ താഴെ വീഴും. അത് കാണുന്ന ഡിങ്കൻ ചിരിക്കുമ്പോൾ അവൾ കയ്യിലായ ചളിയെല്ലാം അവൻ്റെ മേലെ തേക്കും. അങ്ങനെ നടന്ന് അവർ അറവുകാരൻ്റെ വീട്ടിലെത്തും. അങ്ങേരാണെങ്കിൽ ഒരു ചെറിയ പയ്യനെ കുളിപ്പിച്ച് ഒരു റൂമിലേക്ക് കയറ്റിയിരുത്തും. ആ റൂമിലാണെങ്കിൽ കുറേ കുട്ടികൾ ബോധം പോയി കിടക്കുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്ക് അറവുകാരൻ ജോഹിയെ കാണും. ചേട്ടൻ്റെ അടുത്തേക്ക് വാ, നീയല്ലേ ജോഹി, വാ മോളെ എന്ന് പറയും. അതിനവൾ ഡിങ്കൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കും. അപ്പോഴേക്ക് അവിടെയുള്ള ചേച്ചി ഇറങ്ങി വരും. ചേച്ചി ഇവളെ കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെടും. അല്ല, അവർ 7 വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞിട്ട് ഇതിന് 10 വയസ്സെങ്ങാനും ഉണ്ടല്ലോ. അല്ല കൊച്ച, നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ബി ആണെന്ന് പറയുമ്പോൾ അമ്മാവ് ഒന്നുകൂടെ ദേഷ്യപ്പെടും. അറവുകാരൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് അവളെ കയറ്റിയിരുത്തും. അപ്പോഴേക്ക് അമ്മാമ്മ ഡിങ്കന് കുടിക്കാനായിട്ട് ഒരു ജ്യൂസ് കൊണ്ട് കൊടുക്കും. അവനത് കുടിക്കുന്ന സമയത്ത് അറവുകാരൻ ആ കുട്ടികളെ പിടുത്തക്കാരെ വിളിച്ചിട്ട് ഈ കൊച്ചിന്റെ കാശിനെ പറ്റി ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞ സ്ഥലത്തേക്കാണ് കൊച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ കുട്ടികളെ പിടുത്തക്കാർ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ കൊച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ജ്യൂസ് കുടിച്ചു കഴിയുമ്പോൾ അമ്മാമ്മ പറയും, എന്നാ പിന്നെ പൊക്കോ, റെസീപ്റ്റ് ഒന്നും വേണ്ടല്ലോ, കൊച്ചി ഇവിടെ തന്നെയുണ്ട്, എന്നാ പൊക്കോ, ശരിയെന്ന് പറയും. അവൻ എഴുന്നേൽക്കുമ്പോൾ ജോഹിക്ക് വേണ്ടി അവർ വേറൊരു ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അത് കഷ്ടപ്പെട്ട് അവളെ കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കും. നല്ല ജ്യൂസാണ്, കുടിച്ചോ എന്ന് പറയും. അവൾക്ക് മനസ്സിലായി അവൾ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്നത്. ദൂരെ നിന്ന് ഡിങ്കൻ വീണ്ടും അവളെ തന്നെ നോക്കി നിൽക്കും. അവളും അവനെ നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കും. അവന് പിന്നെ ഒന്നിനും നിൽക്കില്ല. അവനൊന്നും ശ്രദ്ധിക്കാതെ അവിടുന്ന് വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ കൊച്ചനെതിർത്തി ചോദിക്കും, ചേച്ചി എവിടെ പോയി? അതിനവനൊന്നും മിണ്ടില്ല. അകത്തി കയറിയിരിക്കുമ്പോൾ അവൾ വീണ്ടും ചോദിക്കും, എന്നാൽ അവനൊന്നും മിണ്ടില്ല. അവൾ പുറത്തിറങ്ങി ചേച്ചി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഡിങ്കൻ അകത്ത് ടെൻഷനായിട്ട് ഇരിക്കുകയായിരിക്കും. എന്നാൽ അവൻ്റെ നേരെ മുകളിൽ അവൻ ഇഷ്ടപ്പെട്ടിരുന്ന കോട്ട് ജോഹി തിരുമ്പി ഉണക്കി വൃത്തിയാക്കിയിട്ട് അവിടെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണും. അപ്പം തന്നെ അവന് അവളെ തിരിച്ചു കൊണ്ടുവരാൻ തോന്നും. അവൻ ആ കോട്ടും സൂട്ടും എല്ലാം എടുത്തിട്ട് സൈക്കിൾ എടുത്ത് അപ്പം തന്നെ ആ അറവുകാരൻ്റെ സ്ഥലത്തേക്ക് ഓടിക്കും. എന്നാൽ പോകുന്ന വഴിക്ക് ആ അറവുകാരൻ എല്ലാ കുട്ടികളെയും വണ്ടിയിലിട്ട് വേറെ എങ്ങോട്ടോ പോകുന്ന കാണും. അവൻ ആ വണ്ടിയെ ഫോളോ ചെയ്തു പോയി വട്ടം വെച്ചതിനെ ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കും. എന്നാൽ അയാൾ അപ്പം തന്നെ വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോഴേക്ക് അവൻ ഡോറ് വഴി വണ്ടിയിലേക്ക് ചാടി കയറാനായിട്ട് നോക്കും. അറവുകാരൻ അവനെ ഉന്തി പുറത്തിടാൻ നോക്കെങ്കിലും പറ്റില്ല. അവൻ എഴഞ്ഞകത്തി കയറി അങ്ങേർക്കിട്ട് 4 ചവിട്ടും കൊടുത്ത് ഡോറ് തുറന്ന് അങ്ങേരെ പുറത്താക്കും. താഴെ വീഴുന്ന അങ്ങേരുടെ കൈയും കാലും എല്ലാം ഒടിഞ്ഞു പോകുന്നുണ്ട്.
അവനപ്പം തന്നെ വണ്ടി എടുത്ത് കുറച്ച് ദൂരേക്ക് പോകുമ്പോൾ അയാൾ വിളിച്ചു പറയും, നിന്നെ അങ്ങ് എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ കൊന്നു കളയൂടാന്ന്. അപ്പം തന്നെ അവൻ വണ്ടി റിവേഴ്സ് എടുത്ത് വരും. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ അവൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അവൻ്റെ സൈക്കിൾ എടുത്ത് വണ്ടിയുടെ ഡിക്കിയിലിട്ട് വീണ്ടും അവിടുന്ന് പോകും. എന്നാൽ വണ്ടിയിലെ കുട്ടികൾക്കൊക്കെ പാതി ബോധം മാത്രമായിരിക്കും ഉണ്ടാവുക. അവരെന്തോ കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിങ്കൻ കുറച്ച് ആളുകളുള്ള കുറച്ച് കടകളുള്ള സ്ഥലത്ത് വണ്ടി നിർത്തി പിന്നീ ചെന്ന് ജോഹിയെ വിളിക്കുമ്പോൾ അവളാണെങ്കിൽ വരാൻ കൂട്ടാക്കുന്നില്ല. ഇമാതിരി പണി കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ രക്ഷപ്പെടുത്താൻ വന്നിരിക്കുന്നോന്നാണ് അവളുടെ ഭാവം. എന്നാലും ഡിങ്കൻ അവളെയും വിളിച്ചിട്ട് സൈക്കിളിൽ കയറ്റിയിട്ട് അവിടുന്ന് പോകും. അവളുടെ വായിന്നാണെങ്കിൽ എന്തോ പതയെല്ലാം വരുന്നുണ്ട്. അവൾ കുടിച്ച ജ്യൂസിന്റെ എന്തോ ഒരു സൈഡ് എഫക്റ്റ് ആണത്. അതേ സമയത്ത് കുറച്ച് കൊച്ചുങ്ങൾ വണ്ടിയിൽ ഒറ്റയ്ക്കിരിക്കുന്നത് അവിടെയുള്ള ഒരു ചേട്ടൻ കാണുന്നുണ്ട്. എന്നാൽ വീട്ടിലെത്തുമ്പോൾ ജോഹിയുടെ അവസ്ഥ മോശമായിരിക്കും. ഡിങ്കനാണെങ്കിൽ വീട്ടിൽ മരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനൊരു ഫാർമസിയിലേക്ക് സൈക്കിൾ ഓടിച്ചു പോകും. അന്നേരം ബോധമില്ലാതെ കിടക്കുന്ന ജോഹിയുടെ അടുത്തേക്ക് കൊച്ചനുജത്തി വന്നിട്ട്, ചേച്ചി നമുക്ക് വെട്ട് കളിച്ചാലോ എന്ന് പറഞ്ഞ് 4 കല്ലുകൾ വെക്കും. അതിന് അവൾ പറയും, വെട്ട് കളിക്കാൻ 5 കല്ലാണ് വേണ്ടത്, എന്നാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് എടുക്കാമല്ലോ എന്ന് പറയും. അതിന് ഡോറ് ലോക്കാണെന്ന് ജോഹി പറയുമ്പോൾ കൊച്ചനുജത്തി പറയും, ഡോറ് ലോക്കൊന്നുമല്ല, അത് തുറന്നു കിടക്കാണല്ലോ. അങ്ങനെ രണ്ടുപേരും പുറത്ത് ഇറങ്ങുമ്പോൾ ജോഹി അവളോട് പറയും, ഒരു പുതിയ കളിയുണ്ട്, ഒളിച്ചു കളി എന്നാണ് പേര്. നീ ആ മരത്തിൽ പോയിട്ട് 10 വരെ കണ്ടു പൊത്തിയിട്ട് എണ്ണ്, എന്നിട്ട് എന്നെ കണ്ടുപിടിക്കാൻ വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അവൾ എണ്ണുന്ന നേരം കൊണ്ട് ജോഹി അവിടുത്തെ വയലിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. അന്നേരം ഡിങ്കൻ വേഗത്തിൽ മരുന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറ്റിയാലോ. എന്നാൽ അതേ സമയത്ത് ജോഹി വയലിലൂടെ എങ്ങോട്ടോ ഓടുകയായിരിക്കും. ഡിങ്കൻ വീട്ടിലെത്തുമ്പോൾ കൊച്ചനുജത്തി പറയും, ഞങ്ങൾ സേറ്റ് കളിക്കുകയായിരുന്നു, കുറേ സമയമായിട്ട് ഞാൻ ചേച്ചിയെ തിരയാണ്, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവൻ അപ്പം തന്നെ വീട്ടിലേക്ക് ഓടിക്കയറി ഒരു ടോർച്ച് എടുത്ത് വയലിൻ്റെ ഭാഗത്തേക്ക് ഓടിച്ചെല്ലും. അവിടെ അവൾ ആ വയലിൽ കൂടെ ഓടിയതിൻ്റെ കാൽപ്പാട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനും അവളെ അന്വേഷിച്ച് ആ വയലിൽ കൂടെ ഓടും. അന്നേരം ജോഹി ഓടിയിട്ട് വയലിൻ്റെ അപ്പുറം ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും. റോഡിലേക്ക് കയറുമ്പോൾ ഒരാൾ വെള്ളമടിച്ച് സൈക്കിളിൽ വരുന്ന കാണുമ്പോൾ, ചേട്ടാ എന്നെ രക്ഷിക്കണേ, ഇവിടെ എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവളുടെ കൈ പിടിച്ച്, ഞാൻ പോലീസാണ്, എൻ്റെ വീട്ടിലേക്ക് പോരെന്ന് പറയും. അങ്ങനെ എന്ത് മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവളുടെ കൈ പിടിച്ച് വലിക്കുമ്പോൾ അവൾക്ക് പേടിയാവും. അവൾ കൈയും തട്ടി മാറ്റി വീണ്ടും വയലിലേക്ക് തന്നെ ഓടിയിറങ്ങും. അപ്പോഴേക്ക് അയാൾ ആരെയോ കോൾ ചെയ്തിട്ട് കാര്യം പറയുന്നുണ്ട്. എന്നാൽ വയലിൽ കൂടെ ഓടുന്ന ജോഹി താഴെ വീണിട്ട് അവളുടെ കാലിന് മുറിവ് പറ്റും. എന്നാലും ഓടുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് തന്നെയായിരിക്കും ഡിങ്കൻ ഓടി വരുന്നത്. അവൾ അപ്പം തന്നെ അവൻ്റെ മുന്നിൽ പെടും. ഇനി ഓടിയിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും അവൻ പിടിക്കും. പക്ഷെ അവളുടെ കാലിലുള്ള മുറിവ് കാണുമ്പോൾ ഡിങ്കന് വിഷമാവും. അവളുടെ ചുറ്റും നോക്കും അവൾക്ക് വേറെ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ എന്ന്. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കും. അവൾ അവൻ്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് പോവാമെന്നും പറഞ്ഞ് നടക്കുമ്പോൾ അവനാണെങ്കിൽ വരാൻ കൂട്ടാക്കുന്നില്ല. നീ എന്നോട് ഇമാതിരി പണി കാണിച്ചിട്ട് ഇപ്പം എൻ്റെ കൂടെ വരികയാണോ എന്നുള്ള മട്ടിൽ അവൻ അനങ്ങാതെ തന്നെ അവിടെ നിൽക്കും. എന്നാലും അവൾ അവൻ്റെ കൈ പിടിച്ച് വലിച്ച് അവനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവും. അന്നേരം വെള്ളമടിച്ച് കിടക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരു പോലീസുകാരി വന്ന് ചോദിക്കും, അല്ല സാറേ, നിങ്ങൾ ഏത് സമയത്തും ഇങ്ങനെ വെള്ളമടിച്ചിട്ട് പൂക്കുറ്റിയായി കിടന്നാലോ? അതിന് അയാൾ പറയും, ഇപ്പം അതല്ല വിഷയം, ആ കൊച്ച് ഈ വയലിലേക്കാണ് ഓടിപ്പോയത്, നീ ഇപ്പം തന്നെ പോയിട്ട് അവളെ കണ്ടുപിടിക്കുക, പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ അപ്പോഴേക്ക് ഏതെങ്കിലും ചൈൽഡ് മിസ്സിംഗ് കേസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയും. നമ്മൾ വിചാരിച്ച പോലെയല്ല, അങ്ങനെ ശരിക്കും ഒരു പോലീസ് തന്നെയാണ്. പോലീസുകാരി ആ വയലിലൂടെ നടന്ന് അവസാനം ഡിങ്കന്റെ വീട് കണ്ടുപിടിക്കും. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഡിങ്കൻ ബാത്റൂമിന്റെ മുന്നിൽ നിന്ന് കൈ മുട്ടുന്നതായിരിക്കും കാണുക. ശരിക്കും അതിൻ്റെ അകത്ത് ജോഹി ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ പോലീസുകാരി വിചാരിക്കും അവൻ എക്സസൈസ് ചെയ്യാണെന്ന്. അവൾ അങ്ങനെ തന്നെ അവനോട് ചോദിക്കും, അല്ല ഇവിടേക്ക് ഒരു കുട്ടി ഓടി വന്നിരുന്നോ? അത് കേൾക്കുമ്പോൾ അവന് പേടിയാവും. അവൻ ആ ഡോറിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അനിയത്തി കുട്ടി ഓടി വന്ന് വാതിലിന് മുട്ടും. ചേച്ചി പുറത്തു വാ നമുക്ക് വെട്ടുകളി കളിക്കാന്ന് പറയും. അതിന് പോലീസുകാരി അകത്ത് ആരാ ഉള്ളതെന്ന് ചോദിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ പോലീസുകാരിയുടെ മേലേക്ക് ചാടി വീണ് അവളെ താഴെയിടും. എന്നാൽ ബാത്റൂമിൽ നിന്ന് പുറത്ത് വരുന്ന ജോഹി ഇതൊന്നും കാണാത്ത പോലെ കൊച്ചനുജത്തിയോട് സംസാരിച്ച് നിൽക്കും. അഥവാ പോലീസുകാരി അവനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ രക്ഷപ്പെടാലോ. പക്ഷെ പോലീസുകാരിയും ഡിങ്കനും സമാസമായിരിക്കും. ആര് ജയിക്കുന്നു മനസ്സിലാകുന്നില്ല. പോലീസുകാരി അവന്റെ മേലെ കയറിയിട്ട് അവനെ പിടിച്ചു നിൽക്കുമ്പോൾ അവൻ രക്ഷപ്പെടാനായിട്ട് ഒരു കയറ് പിടിച്ചു വലിക്കും. അപ്പോൾ ആ കയറിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടെ അവന്റെ മേലേക്ക് വീഴും. പോലീസുകാരിയും അവന്റെ താഴത്തായിരിക്കും ഉണ്ടാവുക. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് ശ്വാസമൊന്നും കിട്ടുന്നില്ല. മൂക്കിനടുത്ത് വിരൽ വെച്ച് നോക്കുമ്പോൾ അവൾ ശ്വസിക്കുന്നില്ല, മരിച്ചുപോയി. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന്റെ കൂടെ അവന്റെ ആശാനൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെവിടെങ്കിലും കൊണ്ടുപോയിട്ട് അത് മൂടുമായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് ജോഹി ഒരു മൺവെട്ടിയുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വരിക. അവൻ അതും വാങ്ങിയിട്ട് വിറക് പുരയിൽ ഒരു കുഴിയെടുക്കും. എന്നിട്ട് ആ പോലീസുകാരിയെ അതിലിട്ട് മൂടുന്ന സമയത്ത് അവളുടെ മുഖം കാണാനായിട്ട് അവനെ കൊണ്ട് പറ്റുന്നില്ല. അവളുടെ തൊപ്പിയെടുത്ത് അവളുടെ മുഖത്തേക്ക് തന്നെ ഇട്ട് അവൻ ആ കുഴി മൂടും. അന്ന് അവർ ടെൻഷനായിട്ടായിരിക്കും കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ കുട്ടികളെ പിടുത്തക്കാർ അറവ് ചേട്ടൻ്റെ അടുത്തേക്ക് വരും. അങ്ങേര് കാര്യം പറഞ്ഞു, ആ ഊമച്ചക്കം വന്നിട്ട് ആ കൊച്ചിനെ തട്ടിപ്പറിച്ച് രക്ഷപ്പെട്ടു വന്നു. ഞാൻ വയസ്സായതുകൊണ്ട് തന്നെ അവനോട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ്റെ ആദ്യത്തെ അടിയിൽ തന്നെ എൻ്റെ എല്ല് പൊടിഞ്ഞു പോയി. വയസ്സായില്ലേ, എല്ലിനൊന്നും ഉറപ്പില്ല. പക്ഷെ അവനൊരു സൈക്കിളിലാണ് എന്നെ ആക്രമിക്കാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വീട് അവിടെ അടുത്തെവിടെങ്കിലും ആയിരിക്കും. അവിടെ നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അവൻ്റെ വീട്ടിലേക്ക് എത്താനുള്ള വഴി കിട്ടും. അവരപ്പോൾ തന്നെ അവൻ്റെ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അവിടെ അമ്മൂമ്മ ഇരിക്കുന്നുണ്ടാവും.
അവൻ പറയും, എൻ്റെ ഒരു കസിൻ ഇവിടെയുണ്ട്, അവൻ എപ്പോഴും സൈക്കിളിലാണ് പോവാറ്, അവൻ്റെ വീട് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ചെവി പോലും കേൾക്കുന്നില്ല. വേറൊരാളോട് ചോദിക്കുമ്പോൾ അങ്ങനെ വഴി കാണിച്ചു കൊടുക്കും, ഇത് വഴി പോയാൽ മതി എന്ന് പറയും. ഇവിടെ നമ്മുടെ ടീം ഇപ്പോഴായിരിക്കും എഴുന്നേൽക്കുന്നത്. ഡിങ്കനാണെങ്കിൽ ഈ തൊല്ല എങ്ങനെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി എന്നായിരിക്കും. അവൻ അവളുടെ സ്കൂൾ ബുക്ക് നോക്കുമ്പോൾ അതിൽ അവളുടെ സ്കൂൾ എവിടെയാണെന്ന് മനസ്സിലാവും. അവൻ അവളോട് ബാഗിലേക്ക് സാധനങ്ങളെല്ലാം എടുത്തിടാനായിട്ട് കാണിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് തിരിച്ചു പോവാനായിട്ട് പുറത്തിറങ്ങും. കൊച്ചനുജത്തിയാണെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റിട്ടില്ല. അവളറിയാതെയാണ് പോകുന്നത്. എന്നാൽ അവരിപ്പോൾ പോകുന്നത് സൈക്കിളിലല്ല, ബസ്സിലാണ് അവർ പോകാൻ തീരുമാനിക്കുക. അങ്ങനെ അവർ ബസ്സിൽ കയറി യാത്രയാവും. അന്നേരം കുട്ടികളെ പിടുത്തക്കാർ അവൻ്റെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അടുത്ത് വന്ന് നോക്കുമ്പോൾ അകത്തുനിന്ന് ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. അവർ ഡോറും എല്ലാം തുറന്നു നോക്കുമ്പോൾ കൊച്ചനുജത്തി അകത്തുനിന്ന് TV കാണുന്നുണ്ട്. അവളോട് നിന്റെ ചേട്ടൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ചേച്ചിയുടെ കൂടെ എങ്ങോട്ടോ പോയെന്ന്. അവര് മറ്റവള് പോണെങ്കിൽ പോട്ടെ, ഇവളെ കിട്ടിയാലും മതി എന്ന് വിചാരിച്ച് ഒരു കോലുമുട്ടായി കാണിച്ചിട്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കും. അന്നേരം അവൾ ഓടിക്കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ പിന്നാലെ തന്നെ ഓടിച്ചെന്ന് ഗുണ്ടുചേട്ടൻ അവളെ പിടിക്കും. അന്നേരം അങ്ങേരെന്തോന്ന് കണ്ട് ഞെട്ടുന്നുണ്ട്. മറ്റവനെയും വിളിച്ച് അവർ രണ്ടുപേരും നോക്കുമ്പോൾ അവിടെയുള്ള കുഴിയിന്ന് പോലീസുകാരുടെ കൈ മാത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവന്മാര് രണ്ടുപേരും വിചാരിക്കും ഇവന്മാര് ജീവനോടെ ആളുകളെ കുഴിച്ചു മൂടുവന്ന്. എന്നിട്ട് ആ പോലീസുകാരെ മണ്ണെല്ലാം മാന്തിയിട്ട് പുറത്തെടുക്കും. അന്നേരം ആ തൊപ്പി കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇത് പോലീസാണെന്ന്. ഇനിയിപ്പോൾ അതൊരു സെക്യൂരിറ്റി ആണോ എന്ന് അറിഞ്ഞൂടാ. പോലീസാണെങ്കിൽ അവർ ആ യൂണിഫോം കണ്ടെന്നെ മനസ്സിലാക്കണ്ടല്ലേ. നേതാവ് ശിങ്കിടിയോട് സംഗതി കയ്യിൽ നിന്ന് പോവാനായിട്ടുണ്ട്, കുട്ടിയെ തൂക്കിക്കൊള്ളാനായിട്ട് പറയും. അങ്ങനെ അവർ കുട്ടിയായിട്ട് നടക്കുമ്പോൾ തന്നെ പോലീസുകാരി ഗുണ്ടുചേട്ടൻ്റെ കാല് പിടിക്കും. അവക്കാണെങ്കിൽ ഇപ്പോൾ കണ്ണ് നല്ലപോലെ കാണുന്നില്ല. ഇനി കണ്ണുകൂടെ തുറന്നാൽ അവരെ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ആ കൊച്ചിനെ അവിടെ വെച്ച് അപ്പോൾ തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അതേ സമയത്ത് ഡിങ്കനും ജോയും കൂടെ സ്കൂളിലെത്തും. അവൾ ക്ലാസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ക്ലാസ്സിൻ്റെ അടുത്തേക്ക് അവർ നടക്കും. അപ്പോഴാണ് ദൂരെ അവളുടെ ടീച്ചറെ കാണുക. അവളുടെ ടീച്ചർ വിളിക്കുമ്പോൾ ടീച്ചർ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വരും. എന്നാൽ ഡിങ്കൻ അവളെ വിട്ടുകൊടുക്കാൻ തോന്നില്ല. അവളുടെ കയ്യിൽ മുറുകെ പിടിക്കും. അവൾ കൈ എങ്ങനെയൊക്കെയോ കുടഞ്ഞു മാറ്റി ടീച്ചറുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. ടീച്ചർ ചോദിക്കും, നീ എവിടെയായിരുന്നു ഇത്രയും കാലം നീ എവിടെ ആയിരുന്നു? അപ്പോഴാണ് ദൂരെ ഡിങ്കൻ നിൽക്കുന്ന ടീച്ചർ കാണുക. അവളോട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ടീച്ചറോട് എന്തോ ഒരു സ്വകാര്യം പറയുന്നുണ്ട്. ടീച്ചർ അപ്പം തന്നെ കിഡ്നാപ്പർ അങ്ങനെ പിടിക്കുന്ന സെക്യൂരിറ്റിയോട് പറയും. എന്നാൽ ഡിങ്കൻ അപ്പം തന്നെ അവിടെ നിന്ന് ഓടി സ്കൂളിന്റെ കോമ്പൗണ്ട് വിട്ടു പോകും. അവൾ എന്തിനാണ് അന്നേരം അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ജോഹിയുടെ അച്ഛനും അമ്മയും അനിയനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടാവും. അവരെ കാണുമ്പോൾ അവൾക്ക് തീരെ സന്തോഷമൊന്നും വരുന്നില്ല. എന്നാൽ അവരടുത്തെത്തുമ്പോൾ അവൾ സന്തോഷിക്കുന്ന പോലെ അഭിനയിക്കും. അതേ സമയത്ത് ഡിങ്കൻ ഓടിക്കതച്ച് ഒരു പാലം കടന്നു വരുമ്പോൾ അവിടെ 2 വഴിയുണ്ടാവും. അതിലൊരു വഴി തിരഞ്ഞെടുത്ത് അവൻ ആ വഴിയിലൂടെ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു പാലത്തിനടിയിലെത്തുമ്പോൾ അവൻ്റെ കോട്ടും അവിടെ അഴിച്ചിട്ട് അവൻ വീണ്ടും കിതച്ചോട് മുന്നോട്ട് നടക്കും. അവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പുകയുന്നുണ്ട്, എന്തോ ഒരു നീറ്റലുണ്ട്. ദേഷ്യമാണോ വിഷമാണോ സങ്കടമാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഉള്ളിൽ എന്തോ ഒരു വേദനയും കടിച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന ഡിങ്കനെ കാണിച്ചുകൊണ്ട് വോയിസ് ഓഫ് സൈലൻസ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമ തുടങ്ങിയപ്പോൾ എങ്ങനെയാണോ അതുപോലെയല്ല പകുതി അങ്ങ് കഴിഞ്ഞ് അവസാനിച്ച്. എന്തായാലും പോട്ടെ, സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ എന്തായാലും ഒരു കമൻറ്റും ചെയ്യണേ. എന്നാൽ പിന്നെ അടുത്തൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.